തിരുവോണ നക്ഷത്രമാര് പൊതുവെ പെട്ടെന്ന് സക്സസ് ഇവർക്ക് വരാറില്ല. ഇവര് സാമ്പത്തികം മെല്ലെ ബിൽഡ് ചെയ്ത് വരികയേ ചെയ്യുള്ളൂ. ഇവര് കടക്കാരനായിട്ട് പോവല് വളരെ കമ്മിയായിരിക്കും. മാർച്ച് മാസം പൊതുവെ കുറച്ച് സ്ലോ ആയിരുന്നു, പക്ഷെ ഡിസിപ്ലിൻ ആയിട്ട് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. വെൽത്ത് ഉള്ള ഒരു മാസം തന്നെയായിരുന്നു മാർച്ച്, പക്ഷെ എന്നാൽ ഗ്രോത്ത് ഒരുപാട് ഉണ്ടായുമില്ല. തിരുവോണ നക്ഷത്രക്കാരെ കുറിച്ച് പൊതുവെ എല്ലാവരും പറയും നല്ല ഡിസിപ്ലിനാണ്, കാമാണ്, എപ്പോഴും കാമായിട്ടിരിക്കും, നല്ല ഇൻ്റലിജൻ്റ് ആണ്, അത് ബുദ്ധിശക്തി കൂടുതലുള്ള വ്യക്തിയാണ് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ ആരും പറയാത്തൊരു ഹിഡൻ ട്രൂത്ത് ഉണ്ട്. സൈലന്റ് വെൽത്ത് ബിൽഡറാണ് എന്ന് വെച്ചാൽ ആരും അറിയാണ്ട് നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് വരുന്നത് മറ്റാർക്കും അറിയില്ല, നിങ്ങൾക്കും അറിയില്ല. നിങ്ങളത് വെളിയിൽ കാണിക്കാറുമില്ല. അത്ര ഫ്ലാഷി ഒന്നുമല്ല, നല്ല മെല്ലെ ക്വയറ്റായിട്ടാണ് ഗ്രോ ചെയ്യുക. നിങ്ങൾക്ക് ലേണിംഗ് പവർ ഉണ്ട്, പെട്ടെന്നെല്ലാം പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും. പഠിക്കാനും നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്. നോളേജാണ് സക്സസ് എന്നൊരു വിചാരം നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. മറ്റൊരു ഇടൻ സൈഡ് എന്താ വെച്ചാൽ നിങ്ങൾ നെറ്റ്വർക്കിനെ റെസ്പെക്റ്റ് ചെയ്യും. നിങ്ങൾ കുറച്ച് ഹൈ നെറ്റ്വർക്കുള്ള ആൾക്കാരെ നോക്കും, അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കും. അതുകൊണ്ട് ആളുകളുടെ റെസ്പെക്റ്റ് പെട്ടെന്ന് തന്നെ കിട്ടും. വേറെ പ്രശ്നം എന്താ വെച്ചാൽ ഓവറായിട്ട് തിങ്ക് ചെയ്യും, കാര്യങ്ങളൊക്കെ മെല്ലെ എടുക്കാറുള്ളൂ. സെൽഫ് ഡൗട്ടും നല്ല കൂടുതലാണ്, സ്വയം സംശയമുണ്ട്. കാര്യങ്ങൾ മെല്ലെ ഡിസിഷൻ എടുക്കുന്നത് പലപ്പോഴും ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ, പല സമയത്തും അത് തെറ്റായി പോയിട്ടുമുണ്ട്. പോസിറ്റീവ് സൈഡ് എന്താ വെച്ചാൽ നല്ല ഡിസിപ്ലിനാണ്, നല്ല ക്ഷമയുള്ളവനാണ്, വെൽത്ത് മൈൻഡ് സെറ്റാണ്, എങ്ങനെയും പൈസ ഉണ്ടാക്കണം എന്നുള്ള ഒരു വിചാരം നന്നായിട്ട് തന്നെ ഉണ്ട്. നിങ്ങളുടെ അറിവ് തന്നെയാണ് നിങ്ങൾക്ക് പൈസ തരാൻ പോകുന്നത്. മാർച്ച് മാസം തിരുവോണ നക്ഷത്രക്കാർക്ക് സ്ലോ ഗ്രോത്ത് മന്തായിരുന്നു. വർക്ക് ലോഡ് കൂടുതലായിരുന്നു, വർക്കെല്ലാം ചെയ്തു, പക്ഷേ സ്ട്രെസ് തന്നെയായിരുന്നു. കാര്യങ്ങളൊക്കെ സ്ലോ ആയിരുന്നു. നിങ്ങളുടെ പേഷ്യൻസ്, അതേ ക്ഷമ നന്നായിട്ട് തന്നെ പരീക്ഷിച്ചു. സാമ്പത്തികം നോക്കുകയാണെങ്കിൽ ഇൻകം സ്റ്റേബിൾ ആയിരുന്നു, ഗ്രോത്ത് കുറച്ച് സ്ലോ ആയിരുന്നു. സേവിങ്സ് എല്ലാം ഒരു ഓക്കെ എന്നുള്ള ഇതായിരുന്നു. റിലേഷൻഷിപ്പിലാണെങ്കിലും പ്രണയത്തിലാണെങ്കിലും കുറച്ച് കാമായിരുന്നു, പക്ഷേ ഇമോഷണൽ ഡിസ്റ്റൻസ് കുറച്ചുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുറവ് നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ കുറച്ച് ടയേർഡായിരുന്നു, ക്ഷീണം ഉണ്ടായിരുന്നു, നല്ല ഓവർ തിങ്കിങ് ആയിരുന്നു, സ്ലോ ആണ് എന്നൊരു ഫീലിംഗ് നന്നായിട്ട് നിങ്ങൾക്കുണ്ടായിരുന്നു. മാർച്ച് നിങ്ങളെ ടെസ്റ്റ് ചെയ്തു. പേഷ്യൻസും ഡിസിപ്ലിനും ഒരുമിച്ചുള്ള ഒരിതാണ്. ഏപ്രിൽ മാസത്തിൽ അങ്ങനെയല്ല, വെൽത്തൊക്കെ സ്റ്റേബിൾ തന്നെയായിരിക്കും. ഗ്രോത്തിൻ്റെ ഒരു ആദ്യ പടി ഏപ്രിലിൽ എന്തായാലും തുടങ്ങും. റെസ്പെക്റ്റ് എന്തായാലും കൂടിക്കിട്ടും. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. സ്ലോ ബിൽഡാണ്, പക്ഷേ സ്ട്രോങ് പ്രോഗ്രസ് ആയിരിക്കും. ഇൻകം എന്തായാലും ഇമ്പ്രൂവ് ചെയ്യും, സേവിങ്സ് ഇൻക്രീസ് ചെയ്യും. ലോങ് ടേം വെൽത്ത് എന്തായാലും ബിൽഡ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രോപ്പർട്ടി ചാൻസ് എല്ലാം ഉണ്ട്. നോളേജും എന്തായാലും ഇൻകം തരാൻ പറ്റും. നിങ്ങൾ വിദ്യ അഭ്യസിക്കുന്നവരാണെങ്കിൽ ലേണിംഗ് പവർ പീക്കിലെത്തുന്നൊരു മാസമാണ്. നോളേജ് എന്തായാലും കൂടിക്കിട്ടും, നല്ല പെർഫോം ചെയ്യാൻ പറ്റും, പരീക്ഷകളിൽ വിജയിക്കാനും സാധ്യതയുണ്ട്. റിലേഷൻഷിപ്പിൽ ഇപ്പോൾ മാർച്ചിൽ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും ഏപ്രിലിൽ, വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യും, വിശ്വാസവും കുറച്ച് ഇമ്പ്രൂവ് ചെയ്യും. ചിലർക്കത് സീരിയസ് റിലേഷൻഷിപ്പ്, മാരേജ് ടാക്കൊക്കെ ചിലപ്പോൾ സംസാരത്തിൽ വന്നേക്കാം. സമാധാനം എന്തായാലും ഉണ്ടാവും. സമാധാനം ഇല്ലെങ്കിൽ വിട്ടു നിൽക്കുന്നതായിരിക്കും നല്ലത്. സമാധാനം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സമാധാനം എന്താ കിട്ടണം അത് ചെയ്യുന്നതായിരിക്കും നല്ലത്. ബിസിനസ് പ്രകാരം സ്റ്റഡി ഗ്രോത്താണ്. ബ്രാൻഡ് വാല്യൂ എന്തായാലും ഇൻക്രീസ് ആവും. ലോങ് ടേം പ്രോഫിറ്റിനുള്ള ഒരു ഫസ്റ്റ് ചാൻസ് കിട്ടും. ഏപ്രിലിൽ വെൽത്ത് എനർജി ആക്ടിവേറ്റ് ആവും, അത് മെല്ലെ മെല്ലെ കൂട്ടി വരികയാണ് വേണ്ടത്. നിങ്ങൾ മെല്ലെ ബിൽഡ് ചെയ്തത് ഏപ്രിലിന് ശേഷമാണ് അത് ഗ്രോ ചെയ്യാൻ തുടങ്ങുകയുള്ളൂ. നിങ്ങൾ കുറച്ചും കൂടി ലക്ഷറി ലൈഫ് ആഗ്രഹിക്കും, അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യും. ഓവർ തിങ്കിങ് അവോയ്ഡ് ചെയ്യുക, ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്. ഈ മാസം സ്മാർട്ടായിട്ട് യൂസ് ചെയ്താൽ സ്ട്രോങ് ഫിനാൻഷ്യൽ എന്തായാലും ഫ്യൂച്ചറിൽ ഉണ്ടാവും. അതിനുവേണ്ടി കുറേ ഫിനാൻഷ്യൽ ബുക്സ് എല്ലാം വായിക്കുന്നത് നല്ലതായിരിക്കും. തിരുവോണ നക്ഷത്രക്കാർ മാർച്ച് നിങ്ങളെ കുറച്ച് സ്ലോ ആക്കി കാര്യങ്ങളെല്ലാം. ഏപ്രിലിൽ സ്ലോ കുറച്ച് കമ്മിയാവും. എപ്പോഴും ക്ഷമ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യുക.